നമസ്കാരം. ഹൈദരാബാദിലേക്കുള്ള യാത്രയിലേക്ക് സ്വാഗതം. ഞാൻ പാലക്കാട് നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടി കോയമ്പത്തൂർ എയർപോർട്ട് വഴി രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ തെലങ്കാനയിലുള്ള ശംഷാബാദ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് സിറ്റിയിൽ നിന്നും 24 കിലോമീറ്ററാണ് ശംഷാബാദിലോട്ടുള്ളത്. മുന്നേ ഹൈദരാബാദിൽ പ്രവർത്തിച്ചിരുന്ന എയർപോർട്ട് എയർഫോഴ്സിൻ്റെ ബീഗംപേട്ട് എയർപോർട്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണ്ടി വന്നപ്പോൾ അതിന് പകരം പുതിയതായി ശംഷാബാദിൽ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് 2008 മാർച്ച് 23 ഓപ്പൺ ചെയ്തു. 5550 ഏക്കറാണ് ആ എയർപോർട്ടിൻ്റെ മൊത്തം വിസ്തീർണം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണമുള്ള എയർപോർട്ടും രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അത് മാത്രമല്ല, അവിടെ ഒരു വർഷം വന്നു പോകുന്ന പാസഞ്ചേഴ്സ് നമ്പർ 29 മില്യണാണ്. അത് വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സൗകര്യമുള്ളൊരു എയർപോർട്ട് കൂടിയാണ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് കൂടിയാണ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് ഹൈദരാബാദ് സിറ്റിയിലേക്ക് എയർപോർട്ടിൽ നിന്നും ഡയറക്റ്റായിട്ട് പോകാൻ വേണ്ടി PV നരസിംഹറാവു എക്സ്പ്രസ് ഹൈവേ വഴി പോകാവുന്നതാണ്. ഓവർ ബ്രിഡ്ജ് വഴി പോകുന്നതുകൊണ്ട് സിറ്റിയുടെ യാതൊരു തരത്തിലുള്ള തിക്കിലും തിരക്കിലും നമ്മൾ പെടില്ല. നേരിട്ട് സിറ്റിയിലോട്ട് എത്താൻ സാധിക്കും. 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ സമയം മാത്രമേ അതിനെടുക്കുള്ളൂ.